ഇവിടെ ഇന്ന് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായൊരു വിമർശനം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനുണ്ടായിരുന്നില്ല കോടതിയിൽ. ഇന്നെനിക്ക് എൻ്റെ അടുത്ത് പ്രോസിക്യൂട്ടർ വരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിന്ന് അതായത് നമ്മുടെ വയനാട് പുൽപ്പള്ളിയിലെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അഴിമതികളായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ ആത്മഹത്യയ്ക്ക് ഒക്കെ നിൽക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹിയറിങ്ങിന് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാരണം മാത്രമല്ല, ട്രയൽ കോടതിയിൽ ഈ കേസ് അതിജീവിതയായിട്ട് ബന്ധപ്പെട്ട കേസ് തീർന്നു, അത് ഡിസ്പോസ്ഡാണ്. അത് അത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നിന്ന ഈ ശ്രീലേഖ IPS പറഞ്ഞ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്ന ഒരു കേസിൽ ഷേർലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കൊടുത്തിട്ടുള്ള ഒരു കേസിലെ വക്കാലത്താണ് ഇന്ന് എനിക്കുള്ളത് ഒരു പെറ്റീഷനുള്ളത്. ആ പെറ്റീഷൻ എൻ്റെ ജൂനിയർ പറയാവുന്ന പെറ്റീഷനേ ഉള്ളൂ. അപ്പോൾ ജൂനിയറിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് ഞാൻ അവരെ വിട്ടത്. ഞാൻ ഹൈക്കോടതിയിലേക്കും പോയി. അപ്പം എനിക്ക് വേറെ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇല്ല. അതിൽ അത്രയും നിസ്സാരമായിട്ടുള്ളൊരു പെറ്റീഷനാണ് അത്. അതിൽ കോടതി ഒരു പെർമിഷൻ കണ്ടംപ്റ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം, സൊമോട്ടോ കേസ് എടുക്കാവുന്നതാണ് ആ കേസിൽ ശ്രീലേഖ IPSനെതിരെ. പക്ഷേ അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ജൂനിയേഴ്സിന് നമുക്കൊരു അക്കോമഡേഷൻ കൊടുക്കണ്ടേ, ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികൾ അവരെ ഏൽപ്പിക്കണ്ടേ. എനിക്കാണെങ്കിൽ ആ കേസ് വളരെ സീരിയസ് ആയിരുന്നു, ഞാൻ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചാനലുകാരാണ് എന്നെ വിളിക്കുന്നത്, 24 നിന്നാണ് ആദ്യം എന്നെ വിളിക്കണത്. ഇങ്ങനെ കോടതി ഇങ്ങനെ ഞാൻ 10 ദിവസം പോയിട്ടുള്ളൂ, ഉറക്കം തൂങ്ങായിരുന്നു എന്നൊക്കെ പറയാണ്. ഈ എന്തിനാണ് ഒരു അഡ്വക്കേറ്റിനെ ഇങ്ങനെ അപമാനിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ദിലീപിൻ്റെ ചാനലുകാരും ദിലീപിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി എന്നെയും എൻ്റെ പ്രൊഫഷനെയുമാണ്. ഞാൻ ഈ കേസിൽ കൊടുത്തത് WPC 445/22 എന്ന് പറഞ്ഞൊരു കേസാണ് ഞാൻ ചെയ്ത കേസ്. അത് ഹൈക്കോടതിയിൽ കൊടുത്ത് പെൻഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസാണ്. ആ കേസിൽ നല്ല വിധി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയുമാണ്. അതിന് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞ് കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഈ ജില്ലാ കോടതി നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഒരു ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് ഒരു ലോവർ ജുഡീഷ്യറി ഓഫീസർ നടപ്പിലാക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് ഒരു ചെറിയൊരു അഡ്മിഷനായെന്ന് പറഞ്ഞാൽ പോലും ലോവർ ജുഡീഷ്യറിയിൽ കേസ് പിന്നെ എടുക്കില്ല, അങ്ങനെയാണ് അത്. പക്ഷേ ഇവിടെ ജസ്റ്റിസ് ബാബുവിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഞാൻ കൊടുത്ത കേസിലാണ്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻക്വയറി നടത്തണം. അപ്പം അന്ന് മാഡം എന്നെ കേട്ടിട്ടില്ല. പെറ്റീഷണറെ കേൾക്കണം എന്ന് പറഞ്ഞു, അത് അതിജീവിതയുടെ എന്നെ കേൾക്കണം എന്ന് പറഞ്ഞു. അതിന് അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എഴുതി തരാമെന്ന് മാത്രം പറഞ്ഞു. എന്നെ കേൾക്കാനായിട്ട് കോടതി തയ്യാറായിട്ടില്ല. അതൊക്കെ ഞങ്ങൾ ഹൈക്കോടതിയിൽ അതിനുശേഷം ഞങ്ങൾ ഫയൽ ചെയ്ത IAയിൽ നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം, ചില ആളുകളെ സംബന്ധിച്ച് ഈ ട്രയൽ കോടതിയിൽ അതിജീവിതയുടെ വക്കീൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CRPC പ്രകാരം വിക്ടിം ലോയറിന് ഈ കേസിൽ ട്രയൽ കോടതിയിലെ കേസിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തുന്നത്. പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് വിക്ടിം ലോയറിനുള്ളത്. സാധാരണ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ എനിക്ക് മുന്നേ അത് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ മക്കാലത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എനിക്ക് ആ കോടതിയിൽ പോയി ഇരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഓഫീസ് നടത്തുന്ന ഒരാളാണ്, എനിക്ക് വേറെ ഉപജീവന മാർഗങ്ങളുമില്ല. മനസ്സിലായില്ലേ? എൻ്റെ വീട് നടന്നു പോകുന്നത് എൻ്റെ ജോലി കൊണ്ടാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മളുടെ എല്ലാ കേസുകളും നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. കക്ഷികൾ എന്നെ വിശ്വസിച്ച് അല്ലാത്ത കക്ഷികളും വരുന്നേൽക്കും. കുറേ കേസുകൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പ്രോസിക്യൂട്ടറുമായിട്ട് ഒരു 12:30 മണിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണി 1:30 ആവും ചിലപ്പോഴൊക്കെ കേസ് എടുക്കുമ്പോൾ. അവിടെ നിന്ന് ആ കേസ് കഴിയണവരെ ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് വീണ്ടും 3 മണിക്ക് ചെല്ലും. വീണ്ടും നമ്മൾ അവിടെ ഇരിക്കുന്നു. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. നമ്മൾ 3 പേരുണ്ടാവും, ഞങ്ങൾ 3 4 പേര് എപ്പോഴും ഉണ്ടാവും. കാരണം പോലീസുകാരായിട്ടുള്ള ആളുകൾ ആ ടീമിലുണ്ട്. അവരും ഞാനും ആ കോടതിയിൽ ഇരിക്കുന്നത്. കോടതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മൂകസാക്ഷിയാവാനല്ലാതെ വേറെ ഒന്നിനും നമുക്ക് അനുവദനീയമല്ല, അനുവദനീയമല്ല. കോടതിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അബ്സിഡിറ്റി ആണെന്നേ. മനുഷ്യർക്ക് എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. മനുഷ്യരല്ലേ, ചൂട് കാലത്തൊക്കെ മനുഷ്യരിരുന്ന് ചിലപ്പോൾ ഉറങ്ങിണ്ടാവും. കാരണം ബോറടിക്കും. കാരണം എനിക്കൊരു റോളും ഇല്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോന്നല്ല, പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നൊരു കേസാണിത്.
ഒരു സീനിയർ ആയിട്ടുള്ള എന്നെ 30 വർഷമായി ഞാൻ പ്രാക്ടീസ്, അവർക്കാർക്കും അറിയില്ലായിരിക്കും, പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യമാണ്. ഈ 30 വർഷത്തിൽ ഞാൻ ആദ്യം തുടങ്ങുന്നത് ഹൈക്കോടതിയിൽ നിന്നുമാണ്. ഹൈക്കോടതിയിൽ ഇതുവരെയായിട്ടും ഒരു ജഡ്ജിമാർ ഇന്നേ വരെ എനിക്കെതിരെ ഒരു മോശം പരാമർശം നടത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സിൻസിയർ അല്ലാതെ കക്ഷികളോട് അവരോട് കൂറ് ചെയ്യാതെ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റേ അല്ല ഞാൻ. ഈ കോടതിയിൽ തന്നെ വേറെ കേസുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർഡറും തന്നിട്ടുണ്ട് ഈ ട്രയൽ കോടതിയിൽ തന്നെ, മനസ്സിലായി. പക്ഷേ ഈ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് റോളില്ല, പ്രോസിക്യൂഷനാണ് കേസ് നടത്തുന്നത്, പിന്നെ പ്രതിഭാഗം വക്കീലന്മാരുമാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും വക്കീലന്മാരൊക്കെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവുന്നത്, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. ഞാൻ കോടതിയിൽ ഒരു ടഗ് ഓഫ് വാറിന് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. ഞാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കേസ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ അത്താണി വരുന്നൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് ഒരു കോടതിനെയും, ഞാൻ കോടതികളിൽ പോയിട്ട് ടഗ് ഓഫ് വാർ ഉണ്ടാക്കുന്ന ഒരാളല്ല. വളരെ സൗമ്യമായിട്ട് കോടതിയിൽ കേസ് നടത്തി വളരെ നന്നായിട്ട് ഞാൻ ആർഗ്യൂ ചെയ്ത് ഓർഡർ വാങ്ങിച്ചു വരുന്ന ആളാണ്. ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന മുഴുവൻ ജഡ്ജിമാർക്ക് എന്നെ അറിയാലോ, പേഴ്സണലി അറിയാവുന്ന എല്ലാവരും ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അവിടെ ചെന്ന് അവരുമായി ഏറ്റുമുട്ടാറുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കേസിൽ ഞാൻ ഹാജരായില്ലെങ്കിൽ എൻ്റെ ജൂനിയർ ഉണ്ടായിരുന്നല്ലോ. ഈ കേസ് നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യം ഒരു ട്രയലുമായി ബന്ധപ്പെട്ടോ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. ആ കാലഘട്ടത്തിൽ ശ്രീലേഖ IPS അവരുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത ഉദ്ഘാടനത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കണം. ഒരു ഷെർലി എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കൊരു വക്കാലത്ത് തന്നു. ആ ശ്രീലേഖയ്ക്കെതിരായിട്ട് ഒരു കണ്ടംപ്റ്റ് പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്തു. ആ കണ്ടംപ്റ്റ് പെറ്റീഷൻ്റെ ഹിയറിങ്ങിനാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ വരെ പോകണം എന്ന് തന്നെ വിചാരിച്ചു, ഇന്ന് രാവിലെ പോകണം എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു കേസാണ്. അവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതിയായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു കേസാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹെൽഡപ്പ് ആയിപ്പോയി, മനസ്സിലായില്ലേ? അപ്പം ഞാൻ അത് മാത്രമല്ല, ജൂനിയറിനെ ഞാൻ പഠിപ്പിച്ചാണ് ഇവിടെ നിന്ന് വിട്ടത്, ഇന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ട്. ജൂനിയേഴ്സ് അപ്പിയർ ചെയ്ത പോരെ കേസിൽ, എന്തിനാണ് എപ്പോഴും സീനിയർ തന്നെ അപ്പിയർ ചെയ്യണത്? 10 ദിവസത്തിൽ താഴെ മാത്രമാണ് എന്തിനാണ് കോടതി ഇങ്ങനെ കള്ളം പറഞ്ഞത് എനിക്കറിയില്ല. എൻ്റെ ലൈഫാണ് ഞാൻ കൊടുത്തത്, 2-2.5 വർഷം, 10 വർഷത്തിൽ 10 ദിവസത്തിൽ അവിടെ അറ്റൻഡൻസ് ഉണ്ടാ കോടതിക്ക്. ഇനി ഇതിൻ്റെ ഉത്തരം പറയേണ്ട ഞാനല്ല, എനിക്ക് അതിനൊന്നും മറുപടി പറയാനേ ഇല്ല. എൻ്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് ഞാൻ 10 ദിവസം 4 ദിവസം 6 ദിവസം കോടതിയിൽ ഇരുന്നു എന്നുള്ളത് ഇത് കോടതിയുടെ കൺസേണേ അല്ല. എൻ്റെ അടുത്ത് കോടതി, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ എല്ലാ ദിവസവും ഈ ട്രയൽ കഴിഞ്ഞ് ആർഗ്യുമെന്റ് കഴിയുന്ന വരെ ഈ പ്രോസിക്യൂട്ടറുടെ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യണത് വരെ ഏതാണ്ട് എല്ലാ ദിവസവും ഞാൻ പോയിട്ടുണ്ട്. വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രം ഞാൻ തന്നെ പോകേണ്ട ചില കേസ് എൻ്റെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ പോകാത്തല്ലാതെ. പിന്നെ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്തതിന് ശേഷം കോടതി ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ച ചില പോസ്റ്റിങ്ങുകളുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ കേസുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്കൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, അതിന് ഞാൻ പോയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കോടതി, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഞാൻ കോടതിയിൽ ഏതൊക്കെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല, അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലന്മാരെ ആർഗ്യൂ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? എന്തിന് ഒരു വക്കീലിനെ, ഇതിപ്പോൾ 8-ാം തീയതി മുതൽ ദിലീപിൻ്റെ ആൾക്കാരും ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണെന്നും യാതൊരു കഴിവുമില്ലെന്നും എന്ന് പറഞ്ഞ് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ LLB എടുത്ത വക്കീലന്മാരായിട്ടുള്ള ആളുകളാണ് ഇത് പറയണത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. പ്രോസിക്യൂട്ടർക്ക് മാത്രമാണ് ട്രയൽ കോടതിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ എന്ന്, അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലന്മാരുണ്ടായിരിക്കണം. അല്ലാണ്ട് ഈ വിക്ടിമിന്റെ ലോയറിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ അനുവദനീയമല്ല, നിയമം അനുവദിക്കണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ ഇത്രയും ദിവസം ഒരു സീനിയർ അഡ്വക്കേറ്റ് അവിടെ പോയിരുന്നില്ലേ? അത് എന്തുകൊണ്ടാണ് ഞാൻ തന്നെ പോയിരുന്നതെന്ന് വെച്ചാൽ പ്രോസിക്യൂട്ടർക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ് അപ്പോൾ കോടതി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചതെന്നാണ് വിചാരിക്കുന്നത്? അത് കോടതിയുടെ പക്വതയില്ലായ്മയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ ജുഡീഷ്യറിയുടെ ഹിസ്റ്ററിയിൽ ഒരിക്കലും ഒരു അഡ്വക്കേറ്റിനെയും ഇങ്ങനെ അപമാനിച്ച് ഒരു കോടതിയും സംസാരിച്ച് കാണില്ല. ഒരു പക്ഷെ ഞാൻ ഈ കേസിൽ തുടരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ഒരുപക്ഷെ കോടതിക്കും ഉണ്ടാവും, ദിലീപിനും ഉണ്ടാവും, ദിലീപിൻ്റെ വക്കീലിനും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു വള്ളി ഞാൻ മാത്രമാണ്. ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് സൊസൈറ്റി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനം ആയിരിക്കാം, അല്ല എന്നെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവാം.
അല്ലെങ്കിൽ ഓപ്പൺ കോടതിയിൽ ഈ മീഡിയാസ് ഇരിക്കുന്നത് കൊണ്ടാണല്ലോ കോടതി അങ്ങനെ പറയണത്. നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പറയണത്. ഇത് തന്നെ ഞാൻ അന്നും പറഞ്ഞത്. ഞാൻ അതിജീവിതയുടെ കേസ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും എനിക്ക് വേണമെങ്കിൽ ആർഗ്യുമെന്റ് നോട്ട് ഉണ്ടോ എന്ന് കോടതിക്ക് ചോദിക്കാം. അത് കോടതി പെർമിറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കോടതി അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ വിധി പറഞ്ഞിട്ട് എനിക്ക് സത്യത്തിൽ മാനസികമായി പോകാനായിട്ട് ഈ എത്ര വർഷം ഭരണ ദിവസം പ്രോസിക്യൂട്ടറൊക്കെ ആയിട്ട് ധാരണ എത്തിയിട്ട് പ്രോസിക്യൂട്ടർ എത്ര വർഷം മാക്സിമം വർഷം ചോദിക്കാനായിട്ടാണ് പോയത്. അപ്പം പിന്നെ എനിക്കവിടെ റോളൊന്നുമില്ല, എന്നെ പറയാൻ അനുവദിക്കില്ലല്ലോ. അപ്പം അതേ മാധ്യമങ്ങൾ ഇരിക്കുന്ന സമയത്ത് കോടതി ചോദിക്കുകയാണ് എവിടെയാണ് വിക്ടിം ലോയർ, എവിടെയാണ്, അവർക്ക് എന്താ പറയാനുള്ളത്. മനസ്സിലായേ? അത് ഞാൻ പുറത്തു നിന്നാണ് കേൾക്കണത്. ഞാൻ അവിടെ പുറത്തുണ്ടായിരുന്നു, കോടതിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞത് വിക്ടിം ലോയർ എന്തേ എന്ന് കോടതി ചോദിച്ചു. ഇതെന്തിനാണ് കോടതി ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ഒരു കോടതി പക്വതയില്ലാതെ ഇങ്ങനെ ചെയ്യരുതെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവർ ഈ ടേക്കപ്പ് ചെയ്യണം. ഈ ഒരു അഡ്വക്കേറ്റിനെ, ഞാൻ ഈ കേസും കഴിഞ്ഞു, ഒടിയും തട്ടിപ്പോയി, എൻ്റെ വക്കാലത്തിൻ്റെ പീരീഡും കഴിഞ്ഞു, ഞാൻ എൻ്റെ വേറെ കാര്യങ്ങൾക്ക് പോവുകയാണ്. അതിജീവിതയുടെ വക്കാലത്ത് ഇപ്പം എനിക്കില്ലല്ലോ. ആ വക്കാലത്ത് ജഡ്ജ്മെന്റ് പറഞ്ഞുകൊണ്ട് കൂടി തീർന്നു. ഇത് വേറൊരു പെൺകുട്ടിയുടെ ഒരു കേസാണ്. ആ കേസിൽ ഞാൻ ഹാജരാവാൻ, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഹാജരാകാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ജൂനിയറിന് പറയാലോ, എൻ്റെ ജൂനിയർ ആയിരിക്കണം, അവരവിടെ പോയെന്ന് പറഞ്ഞു. കോടതി പറയാൻ സമ്മതിക്കണില്ല. എൻ്റെ ജൂനിയറിന് എന്താ പറയാനുള്ളത്? ഞാൻ തന്നെ വരണമെന്ന് പറയണേ. എന്ത് പേഴ്സണൽ ജഡ്ജി എന്നോട് കോടതികൾക്ക്? ഞാൻ എൻ്റെ കക്ഷിക്ക് വേണ്ടി ഞാൻ മീഡിയയിലും പറയും, ചിലപ്പോൾ പുറത്തും പറയും, ചിലപ്പോൾ പറയാൻ പറ്റുന്നതേ പറയാറുള്ളൂ, അല്ലാത്തൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയും പക്ഷെ കോടതിക്കുള്ളിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു ഇതില്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യമല്ലാത്തൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, കോടതി തന്നെ മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ അടുത്ത് അന്വേഷിക്കണം. കാരണം ഈ കോടതിയിൽ എനിക്ക് അധികം കേസൊന്നും ആ കോടതിയിലില്ല. എനിക്ക് ഈ കേസിന് എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് അവിടെ പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ള ജോലി അല്ലാതെ. അപ്പം അവിടെ ഇരുന്ന 4 പോലീസുകാരുണ്ട്, അവരെപ്പോഴേലും കോടതി സംസാരിച്ചിട്ടുണ്ടാവോ? അതിൻ്റെ റോള് എനിക്കുള്ളൂ. മനസ്സിലായോ? റോളില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് റോളുള്ളപ്പോൾ ഞാൻ പറയൂ. എത്രയോ കേസുകൾ വലിയ കേസുകൾ ഞാൻ ആർഗ്യൂ ചെയ്യണു. ഇതെന്താ ചെയ്യണേ? ഇപ്പം യൂട്യൂബ് ചാനലുകൾ, ദിലീപിനുമായി സപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ടി ബി മിനി, അതിജീവിതയുടെ വക്കീൽ, അവരെ അല്ലാതെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ല ഈ കേസിന്? ഒരു വിവരമുണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായി, അയ്യോ ഇത് പ്രോസിക്യൂഷനാണ് ഈ കേസ് ചെയ്യണത്, അതിജീവിതയുടെ വക്കീലല്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. നിങ്ങൾക്ക് പോലും മനസ്സിലായത് അപ്പോഴാണ്. പ്രോസിക്യൂഷൻ അത് തന്നെ രക്ഷപ്പെട്ട് എല്ലാവരും എൻ്റെ വെക്കണ്ട് കയറിയപ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്യണം? ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇവിടുത്തെ എല്ലാ വക്കീലന്മാരും ഒഴിഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റണം എന്നാണ് തീരുമാനിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ കക്ഷികൾ അങ്ങനെ വീണു പോവാം. ഇങ്ങനെ അത്ര അധികമായി വരുന്ന കാര്യങ്ങളിൽ ഈ കേസ് നമ്മൾ ആദ്യം ഈ കേസ് മെമ്മറി കാർഡിൻ്റെ കേസായിരുന്നു. മെമ്മറി കാർഡിൻ്റെ കേസിൽ ഞാനിത് ഫയൽ ചെയ്യണ സമയത്ത് ഞാൻ ജുഡീഷ്യറിക്ക് എതിരാണെന്ന് പറഞ്ഞ് വലിയ പുകിലൂടെ ഉണ്ടാക്കി. പക്ഷെ ജുഡീഷ്യറിയിലിരിക്കുന്ന, ഇവിടെ ഹൈക്കോടതിയിലിരിക്കുന്ന മുഴുവൻ ജഡ്ജിമാർക്കും മനസ്സിലായി ഞാൻ ഒരിക്കലും ജുഡീഷ്യറിക്കെതിരെ സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നീതി തേടി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആ നീതി നടപ്പിലാക്കുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ വരുന്നത്. അപ്പൊ കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്ന ഒരു മെമ്മറി കാർഡ്, അതും ഒരു സെക്ഷൽ ഒഫൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അത് ലീക്കായി എന്ന് പറയുന്നത് അത് ഭയങ്കര തെറ്റാണ്. അത് ആ പെൺകുട്ടിയുടെ ലൈഫ് തകർക്കുന്നതാണ്, അതിൻ്റെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. മറ്റെല്ലാ കാര്യങ്ങളും പോകട്ടെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ കോടതിയിൽ അത് എപ്പോഴും ദിലീപിന്റെ അഡ്വക്കേറ്റ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് കോടതിക്കെതിരായിട്ട് സംസാരിക്കുന്നു, ഞാൻ കോടതിക്കെതിരെ സംസാരിക്കണേ ഇല്ല. ഞാൻ പറഞ്ഞത് പിന്നീട് FSLന്റെ റിപ്പോർട്ട് വരികയാണ്. FSLന്റെ റിപ്പോർട്ട് വരുമ്പോൾ 3 പ്രാവശ്യം ആക്സസ് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാലോ. എന്തിന്? ഈ കോടതിയിൽ തന്നെ ആക്സസ് അല്ലേ? ആ ആക്സസ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം ഈ കോടതിനെ ഞാൻ കൊടുത്ത കേസിലാണ് ഹൈക്കോടതി ഈ കോടതിനെ അതിനുവേണ്ടി എൻക്വയറിക്ക് വെച്ചത്. ആ എൻക്വയറി റിപ്പോർട്ടിലും കോടതി എന്ത് പറഞ്ഞേക്കാണ്? ഈ 3 പ്രാവശ്യം ആക്സസ് ഉണ്ടായിരിക്കണം. അതും ഈ കോടതിയിൽ CBI കോടതിയിൽ 12:30 മണിക്ക് ആക്സസ് ഉണ്ടായിരിക്കണു.
ഈ സത്യം തെളിഞ്ഞു വന്നില്ലേ? എനിക്കത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവിടെ ക്ലയന്റിന്റെ സെലിബ്രിറ്റി ആണോ സാധാരണക്കാരാണോ എന്നൊന്നും നമുക്കൊരു പ്രശ്നമല്ല. എൻ്റെ കക്ഷിയുടെ കോസാണ്. അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടീനെ അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യണത്. അതിൽ ആർക്കും വിരോധം ഉണ്ടായിട്ടൊരു കാര്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല. ആളുകൾ വിചാരിക്കണം ഞാൻ ചാനൽ സംസാരിക്കാൻ എളുപ്പാടോടോ. ചാനൽ സംസാരിക്കാൻ എളുപ്പാടാ. നിങ്ങളൊക്കെ വന്നിരുന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് മറുപടി പറയണ്ടേ? എനിക്കതിന് വിഷമമില്ല. കാരണം എൻ്റെ അടുത്ത് വേറെ തെറ്റുകളില്ല. ഞാൻ കോടതിയിൽ എൻ്റെ കക്ഷികളുടെ നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഈ 2024 മുതൽ അല്ലെങ്കിൽ 2023 മുതൽ ഇപ്പം ഈ കേസ് എടുത്ത കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത എന്തോരം കേസുണ്ടെന്ന് നമുക്കിപ്പോൾ ഹൈക്കോടതിയിൽ അടിച്ചു കൊടുത്താൽ കിട്ടില്ലേ? പഴയ പോലെ അല്ലല്ലോ. നിങ്ങൾക്ക് അടിച്ചു കയറിയാൽ അറിയാൻ പറ്റും. ഇത്രയും തിരക്ക് വിട്ട് ഈ കേസിന് പോകുമ്പോഴും മറ്റു കക്ഷികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഒന്നൊക്കെ ഓടിയൊക്കെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലൊക്കെ പോകേണ്ടി വരും. ചിലപ്പോൾ കേസ് എവിഡൻസിൽ വെച്ചിട്ടുള്ള കേസുകളുണ്ടാവും. ഒന്നൊക്കെ മാറേണ്ടി വരും ഇല്ലേ? അതിന് ഒരു വക്കീലിനെ ഒരു ജഡ്ജി ഇത്രയും മാധ്യമങ്ങളുള്ള സമയത്ത് ആക്ഷേപിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും വക്കീലിനെതിരെ ഏതെങ്കിലും ഒരു ജഡ്ജി ഇന്നത്തെ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണില്ല. ജഡ്ജിമാരെയൊക്കെ കുറ്റം പറയും ചിലപ്പോൾ വക്കീലന്മാർ, അത് ശരിയായില്ല, ചിലപ്പോൾ ജഡ്ജ്മെന്റ് ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും ഒരു വക്കീലിനെ ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിച്ചിട്ടുണ്ടാവില്ല.